ബിഗ് ബോസ് കയറാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ മുന്നിൽ വീണ്ടും 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 പല പല അവസരങ്ങളും നമ്മുടെ ചാനൽ തുറന്നു തന്നിരിക്കുകയാണ്. ഇത്രയും ദിവസം വരെ നമുക്കറിയാം ബിഗ് ബോസ് അഗ്നിപരീക്ഷയിൽ കയറാനുള്ളതിന്റെ സമയമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഉണ്ട് നിങ്ങൾക്ക് വീണ്ടും അവസരം. അപ്ലൈ ചെയ്തവർക്ക് ഒരിക്കൽ കൂടി അപ്ലൈ ചെയ്യാൻ പറ്റുമോ? പറ്റും. ബിഗ് ബോസ് അഗ്നിപരീക്ഷ ഫാസ്റ്റ് ട്രാക്ക് എൻട്രി തുടങ്ങിയിരിക്കുകയാണ്. ജൂൺ 24 വരെയാണ് സമയം. സംഭവം കിടുക്ക് സാധനമാണ്. കാരണം നിങ്ങൾക്കൊരു ചാൻസ് അവിടെ കിടപ്പുണ്ട് മക്കളെ. നമ്മൾ ഓൾറെഡി അപ്ലൈ ചെയ്ത് എന്നെ വിളിച്ച് അല്ലെങ്കിൽ എന്നെ വിളിച്ചില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവര് മക്കളെ, വൺ മോർ ചാൻസ് ഈസ് ദയർ. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും ഇതിന് അപ്ലൈ ചെയ്യണം. കൊണ വീഡിയോ ചെയ്യരുത്. കഴിഞ്ഞ തവണ തന്നെ കുറേ പേര് ചെയ്തിട്ട് നമുക്ക് പ്രോസസ്സിങ് ആവുന്നില്ല, നമുക്ക് അപ്ലോഡ് ആവുന്നില്ല, നമുക്ക് അങ്ങനെ ചെയ്യുന്നില്ല ഇങ്ങനെ ചെയ്യുന്നില്ല എന്നൊക്കെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരാം എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോമൺ ആസിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസൺ 7 അല്ല സീസൺ 8 നിങ്ങൾക്ക് അവസരം കിട്ടുന്നത് പോലെ ഒരു സീസണിലും ഇനി അങ്ങോട്ട് അവസരം വരുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ല. കാരണം ഇത് അഗ്നിപരീക്ഷയിൽ ഇപ്പൊ തന്നെ നിരവധി സാധാരണക്കാരെ എടുക്കുന്നു എന്ന് അഗ്നിപരീക്ഷയിൽ പറഞ്ഞു കഴിഞ്ഞു. സോ അതിന്റെ ഒരു 5 പേരെ നമുക്ക് പ്രതീക്ഷിക്കാം. അതിന്റെ കൂട്ടത്തിൽ ഇപ്പൊ മൈജിയും കൂടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പൊ എല്ലാം കൂടി ആകുമ്പോഴത്തേക്ക് ഒരു 5, 6, 7 പേര് കാണാനുള്ള സാധ്യതയുണ്ട്. നല്ല രീതിയിൽ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്ത് നിങ്ങളുടെ പറയാനുള്ള ഒരു കഴിവെല്ലാം അങ്ങ് പറഞ്ഞ് തീർത്തോണം. ഇതുപോലെ ഒരു അവസരം ഇനി കിട്ടിയെന്ന് വരൂല. അപ്പൊ എന്താണ് പറയാനുള്ളതെന്ന് ഞാൻ നിങ്ങൾക്ക് പറയാം. എന്താണ് സംഭവം ഒന്നും പറഞ്ഞുതരാം. ഇതുകൊണ്ട് എന്ത് മാറ്റമാണ്, എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ അഗ്നിപരീക്ഷ എന്ന് തുടങ്ങും? അടുത്ത മാസം തുടങ്ങുമോ? ജൂലൈയിൽ? അതോ ഇനി ഓഗസ്റ്റിലോട്ടും സെപ്റ്റംബറിലോട്ടൊക്കെ നീണ്ടു പോകുന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയാനുണ്ട്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. അങ്ങനെ എൻ്റെ പൊന്നു മക്കളെ, ഇൻട്രോ പറഞ്ഞ് തൊണ്ട പൊട്ടി. അതായത് നമ്മുടെ ബിഗ് ബോസിന്റെ സാധാരണക്കാർക്ക് ഇത്തവണ ഡയറക്റ്റ് ബിഗ് ബോസിലേക്ക് കയറാൻ പറ്റില്ല. അഗ്നിപരീക്ഷയിൽ കയറണം. അഗ്നിപരീക്ഷയിൽ ജയിച്ചാൽ മാത്രമേ ബിഗ് ബോസിനകത്തേക്ക് കയറാൻ പറ്റൂ. നമുക്ക് എല്ലാവർക്കും അറിയാം. അഗ്നിപരീക്ഷയിൽ ഏതാണ്ട് ഒരു 10-15ഓളം കണ്ടസ്റ്റൻസിനെ അവർ സെലക്ട് ചെയ്യും. അപ്പൊ അതിന്റെ ഓഡീഷന്റെ സമയമൊക്കെ കഴിഞ്ഞു. പക്ഷെ ഇപ്പൊ വീണ്ടും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചാനൽ ഒരു പ്രൊമോ പുറത്തു വിട്ടിട്ടുണ്ട്. നമ്മുടെ അനീഷ് ഏട്ടനാണ് പ്രൊമോയിലുള്ളത്. അനീഷ് ഏട്ടൻ പറയുന്നുണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം. ഞാൻ ആ പ്രൊമോ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലും അതിന്റെ കോണ്ടന്റ് സാധനം വരുന്നത് മൈജി തന്നെയാണ് ഇത്തവണത്തെ നമ്മുടെ ബിഗ് ബോസിന്റെ ടൈറ്റിൽ സ്പോൺസർ. ഇത് ഞാൻ മുമ്പ് തന്നെ അറിഞ്ഞിരുന്ന സാധനമാണ്. നിങ്ങളടുത്ത് അത് പറഞ്ഞിട്ട് വേറെ ഒന്നും കിട്ടാനില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാനത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അപ്പോൾ മൈജി തന്നെയാണ് ഇത്തവണത്തെ ടൈറ്റിൽ സ്പോൺസർ ആയിട്ടുള്ളത്. അപ്പോൾ അനീഷിനെ വെച്ചുകൊണ്ടാണ് പ്രൊമോ ചെയ്തിരിക്കുന്നത്. ആ പ്രൊമോക്കകത്ത് പറയുന്നത് ഒരു വെബ്സൈറ്റ് തരുന്നുണ്ട്. ആ വെബ്സൈറ്റിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ കഴിഞ്ഞ തവണ ലാലേട്ടൻ വന്ന് പറഞ്ഞതുപോലെ തന്നെ വീഡിയോ നിങ്ങൾ ആരാണെന്നും എന്താണെന്നും എന്തുകൊണ്ട് ബിഗ് ബോസിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ നിങ്ങൾ സംസാരിക്കുന്ന 3 മിനിറ്റിൽ കവിയാത്ത ഒരു വീഡിയോ 50 MB താഴെയുള്ള സൈസിൽ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുക. ജൂൺ 24 വരെയാണ് സമയം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിപ്പോൾ എന്തിനിങ്ങനെ ഓൾറെഡി ഒരെണ്ണം നമ്മൾ കൊടുത്തല്ലോ എന്നിങ്ങനെ ചിന്തിച്ചിരിക്കുന്നവർക്ക് അവരോടായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇത് രണ്ടും മറ്റൊരു ബിഗ് ബോസ് നേരിട്ട് നടത്തുന്ന സാധനമാണ് ബിഗ് ബോസ് അഗ്നിപരീക്ഷ. ഇത് മൈജി നടത്തുന്നതാണ്. മൈജി ബിഗ് ബോസ് അഗ്നിപരീക്ഷ ഫാസ്റ്റ് ട്രാക്ക് എൻട്രി അതാണ്. അപ്പോൾ ഒരു പക്ഷേ ഇത് രണ്ടും 2 ഏജൻസി എടുത്തിട്ടായിരിക്കാം ഓഡീഷൻ നടത്തുന്നത്. ചിലപ്പോ എനിക്ക് അങ്ങനെ ഒരു സാധ്യത തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ കൂട്ടിയിട്ട് കത്തിച്ചാൽ പോരെ. കൂട്ടിയിട്ട് കത്തിച്ചു കഴിഞ്ഞാൽ ഒറ്റയ്ക്കിരുന്ന് കത്തിപ്പടരും. ഇത് അങ്ങനല്ലല്ലോ. ഇവിടെ നിന്ന് ഒരറ്റത്തുനിന്ന് കൂട്ടി കത്തിക്കുന്നു, അവിടെ നിന്ന് ഒരറ്റത്തുനിന്ന് കൂട്ടി കത്തിക്കുന്നു. അപ്പോൾ ഇത് രണ്ടും 2 ആൾക്കാർ ഓഡീഷൻ നടത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം അപ്ലോഡ് ചെയ്തിരുന്ന ഒരു വീഡിയോ ഇല്ലേ, അത് നിങ്ങളുടെ ഫോണിൽ നിന്ന് അങ്ങ് മാച്ച് കളഞ്ഞിട്ട് ഒരെണ്ണം കൂടി റെക്കോർഡ് ചെയ്ത് ഇതിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഒരു ചാൻസും കൂടെ കിട്ടിയിരിക്കുകയാണ്. നിങ്ങൾ കഴിഞ്ഞ തവണ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത അതേ ക്രൈറ്റീരിയ തന്നെയാണ്. ഫോൺ നമ്പർ അടിക്കുമ്പോൾ തന്നെ OTP വരുന്നുണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്ത് നോക്ക്. OTP വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾ നേരത്തെ ഒരു തവണ ഈ നമ്പർ വെച്ച് ലോഗിൻ ചെയ്തിട്ടുണ്ട് എന്ന് ആദ്യമേ അവർ പറയുവാണെങ്കിൽ നമുക്കൊരു ചാൻസേ ഉള്ളൂ. പക്ഷേ ഇതങ്ങനെയല്ല. OTP നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ചാൻസ് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. ഞാൻ പറഞ്ഞത് കത്തിയോ മറ്റതിൽ അപ്ലൈ ചെയ്തവർ വേറൊരു വെർഷനിൽ ഇതിനകത്ത് അപ്ലൈ ചെയ്യുക. ചിലപ്പോൾ അതിനകത്തുള്ള ആൾക്കാർ വിളിച്ചില്ലെങ്കിൽ ഇതിനകത്തുള്ള ആൾക്കാർ ചിലപ്പോൾ വിളിച്ചാലോ. ഒരു ചാൻസ് മാത്രമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ എന്തെങ്കിലും ഉണ്ടോ? ഒരു വീഡിയോ കൂടി അപ്ലോഡ് ചെയ്തെന്ന് വെച്ചില്ലല്ലോ. അപ്പോൾ ഒരു വീഡിയോ കൂടി അങ്ങോട്ട് അപ്ലോഡ് ചെയ്യണം. ഇനി എങ്ങനെ വീഡിയോ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ ചെയ്ത് വെക്കരുത്. കഴിഞ്ഞ തവണ ഞാൻ നിങ്ങളുടെ കുറേ ടിപ്പും പോയിന്റും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ യൂസ് ചെയ്ത് തന്നെ ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ ഫസ്റ്റ് 30 seconds ഈസ്
ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ 30 സെക്കൻഡ്സിൽ വേണം നിങ്ങൾ അവരെ പിടിച്ചിരുത്താൻ, അല്ലെങ്കിൽ അവർക്ക് സ്കിപ്പ് ചെയ്യാനുള്ള ആ ഒരു മെൻറ്റാലിറ്റി വരരുത്. അപ്പം ഞാൻ ഇന്ന ആളാണ്, എൻ്റെ വീട് എവിടെയാണ്, എൻ്റെ സ്ഥലം എവിടെയാണ്, എൻ്റെ വീട്ടുകാരിതാണെന്ന് കണാ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാണ്ട് എന്ത് ചെയ്യുക, പേര് പറയുക, സ്ഥലം പറയുക, ബിഗ് ബോസ് വരാൻ എന്തുകൊണ്ട് ആഗ്രഹിക്കുന്നു, ബിഗ് ബോസ് വന്നാൽ എന്ത് ചെയ്യും, ബിഗ് ബോസ് ഇതുവരെ കണ്ടതിൽ നിന്ന് എന്ത് മനസ്സിലായി, എന്താണ് നിങ്ങൾ ബിഗ് ബോസിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്, എന്തുകൊണ്ട് ബിഗ് ബോസ് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, ബിഗ് ബോസിലൂടെ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് എന്താണ്, നിങ്ങൾ കളിക്കാൻ ഉദ്ദേശിക്കുന്ന ഗെയിം എന്താണ്, ഇതെല്ലാം ആ ഒരു 30 സെക്കൻഡ്സിലെ ഇൻട്രോ പോലെ. ഞാനിപ്പോൾ ഇൻട്രോ പറഞ്ഞിട്ടല്ലേ ഡീറ്റെയിലേക്ക് വന്നത്. ആ ഇൻട്രോ 30 ഒതുക്കിയിട്ട് ബാക്കി 2.5 മിനിറ്റ് ഉണ്ട്. ഈ 3 മിനിറ്റ് തികച്ച് ഞാൻ വീഡിയോ ചെയ്യും, അല്ലെങ്കിൽ 3 മിനിറ്റ് കറക്റ്റ് ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നതോടെ എനിക്ക് പറയാനുള്ളത് 2.5 മിനിറ്റിൽ നിങ്ങൾ തീർക്കാൻ വേണം വീഡിയോ ചെയ്യാൻ. 2.5 മിനിറ്റിൽ നിങ്ങൾ വീഡിയോ ചെയ്യാൻ തീർക്കാൻ ഉദ്ദേശിച്ചാൽ മാത്രമേ 3 മിനിറ്റിന് കയ്യിൽ നിൽക്കത്തുള്ളൂ. അപ്പം അതുകൊണ്ട് 3 മിനിറ്റിൽ ഒരു സെക്കൻഡ് പോലും അപ്പുറത്തോട്ട് വരരുത്, 3 മിനിറ്റും വരരുത്, അതിനേക്കാൾ താഴെ ആയിരിക്കണം. 3 മിനിറ്റ് വരരുത്. നിങ്ങൾ അത് ഒന്ന് താഴ്ത്തി വേണം ചെയ്യാൻ. അവരൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ബാക്കിയൊക്കെ സെയിം ക്രൈറ്റീരിയ ആണ്. ഫാസ്റ്റ് ട്രാക്ക് എൻട്രി എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത് ജൂൺ 24-ാം തീയതി വരെയാണ്. ചാടിക്കയറി അപ്ലൈ ചെയ്യാൻ പോണ്ട, സമയമുണ്ട്. 24-ാം തീയതി വരെ സമയമുണ്ട്. ഇനി ബിഗ് ബോസ് അഗ്നിപരീക്ഷ എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓൾറെഡി ഇനിയിപ്പം ഞാൻ ഓൾറെഡി നിങ്ങളടുത്ത് പറഞ്ഞായിരുന്നു ജൂലൈയിലായിരിക്കും. പക്ഷേ ഇപ്പോഴേ മൈജിയും കൂടെ നടത്താൻ പോവാണ്. എന്ത്? ഈ പറയുന്ന ഓഡീഷൻ. അപ്പോൾ ഇനി ജൂലൈയിലായിരിക്കുമെന്ന് എനിക്ക് സംശയമാവുകയാണ്. ജൂലൈയിലോട്ടോ ഓഗസ്റ്റിലോട്ടോ ആണോ എന്തോ. എന്തായാലും ഞാൻ ഡേറ്റിനെ കുറിച്ച് ഒന്ന് അന്വേഷിച്ചിട്ട് എന്താണെന്നുള്ളത് നിങ്ങളോട് പറയാം. എന്താണെന്നുള്ളത് നിങ്ങളടുത്ത് പറയാം. എന്തായാലും നമുക്ക് ബിഗ് ബോസിന്റെ ഡേറ്റിന് മുന്നേ ബിഗ് ബോസ് അഗ്നിപരീക്ഷയുടെ ഡേറ്റ് ആണല്ലോ നമുക്ക് അറിയാനുള്ളത്. കാരണം ബിഗ് ബോസ് അഗ്നിപരീക്ഷ തീർന്ന് തൊട്ടടുത്ത ദിവസം ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ബിഗ് ബോസ് അഗ്നിപരീക്ഷയുടെ ഡേറ്റ് ആണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. എന്തായാലും അടുത്ത മാസം തന്നെയാണെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതും കാത്തിരിക്കുന്നതും. അടുത്ത മാസം തന്നെയാണെന്നാണ്. നമുക്ക് നോക്കാം. അതിന്റെ വിശേഷങ്ങളെ ഞാൻ അറിയുവാണെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അതുവരേക്കും ബൈ.